യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിന്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിന്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവായ യേശുവിൻ്റെ ശക്തിയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവജനം മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ മുഴങ്കാലും അടങ്ങുന്ന യേശുവിൻ്റെ വന്യനാമത്തിൽ ദൈവജനം സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ബന്ധിതർക്ക് വിടുതൽ ലഭിക്കട്ടെ. പിശാച് ബാധിതർക്ക് മോചനം ലഭിക്കട്ടെ. തകർന്ന കുടുംബങ്ങൾ രക്ഷയിലേക്ക് വരട്ടെ. കർത്താവിൻ്റെ അനന്ത കരുണയൊഴുകട്ടെ. അവൻ്റെ മുറിവിൽ നിന്ന് സൗഖ്യത്തിൻ്റെ വലിയ പ്രവാഹമുണ്ടാവട്ടെ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യന് സമ്പൂർണമായ ഒരു രക്ഷ നൽകാൻ വേണ്ടിയാണ്. ഒരു മനുഷ്യന് ആത്മാവുണ്ട്, ശരീരമുണ്ട്, മനസ്സുണ്ട്. ആ രക്ഷയുടെ തലങ്ങളും അങ്ങനെ തന്നെയാണ്. ആത്മാവിൻ്റെ രക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. ശരീരത്തിൻ്റെ രക്ഷയും പ്രധാനപ്പെട്ടതാണ്. കാരണം ശരീരം ഉയർത്തെഴുന്നേൽക്കാനുള്ളതാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. നമ്മുടെ മനസ്സ് സൗഖ്യമാക്കപ്പെടേണ്ടത് നമ്മുടെ ജീവിതത്തിന് വളരെയേറെ ആവശ്യമുണ്ട്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 3-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 2-ാമത്തെ വചനം പറയുന്നു, വാത്സല്യഭാജനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ നിനക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ വചനത്തിൽ യോഹന്നാൻ ശ്ലീഹ 3 കാര്യങ്ങളാണ് പറയുന്നത്. 1, നിന്റെ ആത്മാവിൻ്റെ ക്ഷേമസ്ഥിതി. 2, നിനക്കെല്ലാ കാര്യത്തിലും ഐശ്വര്യമുണ്ടാവണം. 3, നിന്റെ ശരീരം ആരോഗ്യത്തോടുകൂടി ആയിരിക്കണം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ആത്മരക്ഷയാണ്. ആത്മാവിൻ്റെ കാര്യങ്ങൾക്കാണ് നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കേണ്ടതും. നമ്മുടെ ജീവിതത്തിൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതും. ആത്മരക്ഷയ്ക്ക് 1-ാം സ്ഥാനം കൊടുത്തു തന്നെ വേണം നമ്മുടെ ജീവിതത്തിൽ മുന്നേറുവാൻ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൻ്റെ 36-37 വചനം പറയുന്നുണ്ട്, ഒരുവൻ ഈ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടമായാൽ എന്തു പ്രയോജനം? ആത്മാവിന് പകരമായിട്ട് എന്തു കൊടുക്കും? ദൈവം
തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. നമ്മുടെ മനുഷ്യാത്മാവ് ദൈവത്തെ പ്രാപിക്കണം. ഈ ഭൂമിയിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് ക്രിസ്തുവിൽ ഒന്നായിത്തീരാനുള്ളവരാണ് നമ്മൾ. അപ്പോൾ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് തന്നെയാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത്. ലാസർ യേശുവിൻ്റെ ഏറ്റവും ഉറ്റ സ്നേഹിതനായിരുന്നു. ലാസർ മരിച്ചു, അടക്കപ്പെട്ടു. ഈ ലാസറിന് യേശു ഉയർപ്പിച്ചു. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ, ഞാനാണ് പുനരുത്ഥാനവും ജീവനുമെന്ന് തെളിയിക്കുവാൻ, മരണത്തിൻ്റെ മേൽ യേശുവിന് അധികാരമുണ്ടെന്ന് തെളിയിക്കുവാൻ യേശു ലാസറിന് ജീവൻ കൊടുത്തു. ഈ ലാസർ പിന്നീട് മരിച്ചുപോയി. ലാസർ ശരീരത്തോടുകൂടെ തന്നെ ഉയർത്തെഴുന്നേറ്റത്. ലാസറിന്റെ ഉള്ളിൽ ആത്മാവും മനസ്സൊക്കെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മനുഷ്യന് എല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ടാവില്ല. ലാസറിന് ജീവൻ കൊടുത്തു, ലാസർ പിന്നീട് മരിക്കുകയും ചെയ്തു. നമ്മൾ തിരിച്ചറിയുക, ആത്മാവിൻ്റെ രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ തിരുത്തേണ്ട വഴികളെ തിരുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം, വചനത്തിനനുസരിച്ച്, കർത്താവ് നൽകിയ കൽപ്പനയ്ക്കനുസരിച്ച് നമ്മൾ നല്ല തീരുമാനങ്ങൾ എടുത്ത് നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. ആത്മാവിന് പകരമായിട്ട് നീ എന്തു കൊടുക്കും? ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും പണം, പ്രശസ്തി, സ്ഥാനമാനങ്ങൾ, എന്തുമാവട്ടെ, എന്തൊക്കെ നേടിയാലും ഒരു ദിവസം ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ നിന്ന് മടങ്ങേണ്ടവരാണ്. ദൈവത്തിൽ നിന്ന് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നു. നമ്മൾ ദൈവത്തിലേക്കുള്ള മടക്കയാത്രയിലാണ്. ഈ മടക്കയാത്രയിൽ നമ്മൾ പലരെയും കണ്ടുമുട്ടും. പലരോടൊപ്പം നമ്മൾ ഇടപെടേണ്ടി വരും. അവിടെയൊക്കെ ക്രിസ്തുവിൻ്റെ സ്നേഹം കൊടുക്കുവാൻ, സഹോദര സ്നേഹത്തിലായിരിക്കുവാൻ നമുക്ക് കഴിയണം. ആത്മരക്ഷയുടെ പ്രാധാന്യം, ആത്മാവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് വലിയ ഒരു ബോധ്യമുണ്ടാവണം. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, മരിച്ചു ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠം. ഈ ഭൂമിയിലെ കഷ്ടതയും സഹനങ്ങളും വേദനകളും അതൊക്കെ അവസാനിപ്പിക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുക, അതാണ് ഏറെ സന്തോഷമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. നമുക്ക് ആത്മരക്ഷയെക്കുറിച്ചുള്ള ആഴമായ ഒരു ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിനെ ഇന്ന് തിരിച്ചുവിടാം. തുടർന്ന് വചനത്തിൽ പറയുന്നു, നിന്റെ എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യമുണ്ടാവട്ടെ. നിന്റെ ബിസിനസ്, നിന്റെ ജോലി, നിന്റെ വരുമാന മാർഗങ്ങൾ, നിന്റെ മക്കള്, നിന്റെ സകല കാര്യങ്ങളിലും ഉയർച്ചയും അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകണം. ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ആരുടെയും തകർച്ചയും നാശവും പരാജയവും ദൈവം ആഗ്രഹിക്കുന്നില്ല. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 30-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം കർത്താവ് അരുളി ചെയ്യുന്നു, എന്തെന്നാൽ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെയും യൂദയായുടെയും സുസ്ഥിതി പുനഃസ്ഥാപിക്കാനുള്ള ദിവസം വരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്തിട്ടുള്ള ദേശത്ത് ഞാൻ അവരെ തിരികെ കൊണ്ടുവരും, അവർ അത് സ്വന്തമാക്കുകയും ചെയ്യും. ദൈവജനത്തിൻ്റെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവമക്കൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുവാനാണ് ദൈവത്തിന് ആഗ്രഹം. ഒരു വ്യക്തിയുടെ തകർച്ചയിലും കണ്ണുനീരിലും വേദനകളിലും തീരാ രോഗത്തിലും കടബാധ്യതയിലും ഒരിക്കലും സന്തോഷിക്കുന്നവനല്ല ദൈവം. അവിടെയൊക്കെ ദൈവം വേദനിക്കുകയാണ്. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെയും ചുങ്കക്കാരെയും കള്ളന്മാരെയും ജീവിതം തകർന്നവരെയും സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരെയും ഒക്കെ സ്നേഹിക്കാനും തൻ്റെ നെഞ്ചിൻ്റെ ഭാഗമാക്കി തീർക്കാനും യേശു വന്നത്.
അപ്പോൾ ഒരു മനുഷ്യന്റെ തകർച്ചയിൽ, പരാജയത്തിൽ, തോൽവിയിൽ ദൈവം സന്തോഷിക്കുന്നില്ല. സങ്കീർത്തകൻ പറയുന്നുണ്ട്, തൻ്റെ ദാസന്റെ ശ്രേയസ്സിൽ അവിടുന്ന് സന്തോഷിക്കുന്നു. അത് നിങ്ങളുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവം ഇടപെട്ട് ഉയർച്ചയും നന്മയും അഭിവൃദ്ധിയും നൽകുക. നിന്റെ കുടുംബത്തിൽ മാതാപിതാക്കളും ഭാര്യാഭർത്താക്കന്മാരും മക്കളും തമ്മിൽ വലിയ സ്നേഹത്തിലായിരിക്കുക. കുടുംബത്തിൽ അഭിവൃദ്ധിയും നന്മയും ഉണ്ടാവുക. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനമുണ്ടാവുക. ഇതൊക്കെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ആരുടെയും തകർച്ചയിലോ പരാജയത്തിലോ തീരാ നഷ്ടങ്ങളിലോ തീരാ രോഗിയായി കിടക്കുമ്പോഴോ കർത്താവ് സന്തോഷിക്കുന്നില്ല. അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഈ അടുത്ത നാളിൽ ഒരമ്മ എന്നോട് പറഞ്ഞൊരു അനുഭവമാണ്. അമ്മയുടെ മകന് ബൈക്ക് അപകടമുണ്ടായി. 2 കാലുകളും നടുവിനും ബലക്ഷയമുണ്ടായി തളർന്ന അവസ്ഥയിൽ വീട്ടിൽ കിടക്കുക. ആ അമ്മ മകനോട് പറഞ്ഞു, ധ്യാനം കൂടാ, കർത്താവ് നിനക്ക് സൗഖ്യം തരും. ആ മകൻ പറയുന്നു, ഞാൻ ധ്യാനം കൊടുത്തില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. അവൻ്റെ അടുത്ത ചോദ്യം ഇതാണ്, ദൈവം എന്തിനാണ് എനിക്ക് ഇത് വരുത്തിയത്? ഒരിക്കലും ദൈവം വരുത്തിയതല്ല. അവൻ്റെ അശ്രദ്ധ, ഓവർ സ്പീഡ്, അല്ലെ ലഹരി ഉപയോഗിച്ചുള്ള വാഹനം ഓടിച്ചുള്ള യാത്ര, അങ്ങനെയൊക്കെ എത്രയോ പേരാണ് അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു, തളർന്നു കിടക്കുന്നു. പക്ഷെ ഇവൻ ഒന്ന് എളിമപ്പെട്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്നാൽ, കർത്താവിൻ്റെ വചനത്തിന് മുൻപിൽ ഇരുന്നാൽ, കർത്താവിന് അവനെ ഒന്ന് തൊടുവാനും സൗഖ്യമാക്കാനും സാധിക്കും. ആ വിശ്വാസത്തിലേക്ക് നമ്മൾ വരണം. യേശുവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. 2000 വർഷം മുൻപ് യേശു ചെയ്ത അതേ പ്രവൃത്തികൾ ഇന്നും യേശു ചെയ്യും. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും എന്നും ഒരുവൻ തന്നെ, അവനൊരു മാറ്റവുമില്ല. അത് മാറ്റമില്ലാത്തവനായ യേശുവിന് നിന്നെ സൗഖ്യമാക്കാനായിട്ട് സാധിക്കും. നിനക്ക് ഐശ്വര്യം പുനഃസ്ഥാപിച്ചു തരാൻ സാധിക്കും. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം 100 ഇരട്ടിയായി മടക്കി തരുവാനായിട്ട് യേശുവിനെ കൊണ്ട് സാധിക്കും. നിനക്ക് നഷ്ടപ്പെട്ട ഐശ്വര്യം പുനഃസ്ഥാപിച്ചു തരുവാൻ, നിനക്ക് നഷ്ടപ്പെട്ട സമ്പത്ത്, വസ്തുവകൾ, ഭവനം എല്ലാം മടക്കി തരുവാൻ ദൈവത്തിന് സാധിക്കും. ഇതൊക്കെ ദൈവത്തിന് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നീ ആദ്യം ആത്മരക്ഷയെക്കുറിച്ചുള്ള ആഴമായ ധ്യാനത്തിലും ചിന്തയിലേക്കും വരണം. നിയമാവർത്തനം 30-ാം അധ്യായത്തിൻ്റെ 9, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാ പ്രയത്നങ്ങളിലും സമർത്ഥമായി അനുഗ്രഹിക്കും. നിന്റെ എല്ലാ പ്രയത്നങ്ങളിലും കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. നിന്റെ ജോലി വേലകൾ അനുഗ്രഹമായിട്ട് മാറും. നിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ കർത്താവ് ആശീർവദിക്കും. നിന്റെ ബിസിനസ്സിന് ഉയർച്ച നൽകി അനുഗ്രഹിക്കും. നിന്റെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകും. നിനക്ക് വേണ്ടതെല്ലാം സമർത്ഥമായിട്ട് തരുവാൻ കർത്താവിൻ്റെ കയ്യിൽ ധാരാളമായിട്ട് ഉണ്ട്. ധാരാളം മക്കളും കന്നുകാലികളും സമർത്ഥമായ വിളവും അവിടുന്ന് നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. നിനക്ക് അവിടുന്ന് ധാരാളം മക്കളെ തരും, സമ്പത്ത് തരും, സമൃദ്ധി നൽകും. ഉറപ്പാണ്. കർത്താവ് ഇത് ചെയ്തവനാ. അവൻ്റെ കൂടെ അവനോട് ചേർന്ന് നിങ്ങൾ നടക്കണം. നിന്റെ പിതാക്കന്മാരുടെ ഐശ്വര്യത്തിൽ സന്തോഷിച്ചതുപോലെ നിന്റെ ഐശ്വര്യത്തിലും അവിടുന്ന് സന്തോഷിക്കും. നിന്റെ പിതാക്കന്മാരുടെ ഐശ്വര്യത്തിൽ കർത്താവ് സന്തോഷിച്ചതുപോലെ നിന്റെ ഐശ്വര്യത്തിൽ കർത്താവ് സന്തോഷിക്കും. നിന്റെ ഉയർച്ച ഒന്ന് കാണുവാൻ, നിന്റെ ഐശ്വര്യം ഒന്ന് കാണുവാൻ, നിന്റെ മക്കൾ ഉയർന്നു വരുന്നതെന്ന് കാണുവാൻ കർത്താവ് ഇങ്ങനെ കാത്തിരിക്കുക. നിന്റെ ഐശ്വര്യത്തിൽ കർത്താവ് സന്തോഷിക്കാൻ കാത്തിരിക്കുക. നിന്റെ തകർച്ചയിൽ ആനന്ദിക്കുന്ന ഒരു ദൈവമല്ല യേശു. നിന്റെ ഉയർച്ചയിൽ സന്തോഷിക്കുന്ന ഒരു ദൈവമാണ് യേശു. നിന്റെ ജീവിതത്തിന്റെ പരാജയങ്ങളിൽ നിന്നെ കൈപിടിച്ച് ഉയർത്തുന്നവനായ യേശു. നിന്റെ നൊമ്പരങ്ങളിൽ ആശ്വാസമായി സ്നേഹത്തിന്റെ തൈലമായിട്ട് യേശു കടന്നു വരുന്നവൻ തന്നെയാണ്. ഹല്ലേലൂയ.
യോഹന്നാൻ ശ്ലീഹ പറയുന്നു, വാത്സല്യ ഭാജനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ. അതാണ് പ്രധാനപ്പെട്ടത്. നിന്റെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാവണം. അതാണ് കർത്താവിൻ്റെ ആഗ്രഹം. നിന്റെ ശരീരം ആരോഗ്യപൂർണമായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ ശരീരത്തിന് ആരോഗ്യമുണ്ടാവണം. നിന്റെ ശരീരം രോഗം ബാധിച്ച് എന്നും അങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. 1 പത്രോസ് 2:24 നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് കുരിശിലേറി, അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പാപമെല്ലാം അവൻ വഹിച്ചു. അവൻ്റെ മുറിവിനാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. യേശുവിൻ്റെ മുറിവിനാൽ രോഗശാന്തിയുണ്ട്. അവൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാക്കപ്പെടും. ഈ കഴിഞ്ഞ മാസം നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു സഹോദരി, പാവപ്പെട്ട ഒരു കുടുംബമാണ്. ഭർത്താവ് ടാപ്പിംഗ് തൊഴിലാളി, ആകെ 10 സെൻറ്റ് സ്ഥലം, 2 കുഞ്ഞുങ്ങൾ, ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമാണ്. ആ സഹോദരിയുടെ ഭർത്താവിന് ആസ്മാരോഗം ബാധിച്ച് പരിശോധനയിലാണ് കണ്ടുപിടിക്കുന്നത് ലങ്സിന് ക്യാൻസർ ബാധിച്ചിരിക്കുന്നു. 4th സ്റ്റേജിലേക്കായിട്ടുണ്ട്. ഇനി കാര്യമായ ചികിത്സ കൊണ്ടൊന്നും പ്രയോജനമില്ല. ചികിത്സ ചെയ്യാനാണെങ്കിൽ പണവുമില്ല. അങ്ങനെ ചികിത്സ ചെയ്യാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. ഒരു മാർഗവുമില്ല. ചില കുടുംബങ്ങളിലാണെങ്കിൽ മാരകമായ രോഗങ്ങളുണ്ടായി, ക്യാൻസർ അല്ലെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, മാരക രോഗങ്ങളുണ്ടായിട്ട് സ്വത്തുക്കളെല്ലാം വിറ്റ് ചികിത്സിച്ച് പണവും തീർന്നു, എല്ലാം തീർന്നു, തകർന്ന കുടുംബങ്ങളുണ്ട്. ഈ സഹോദരി കണ്ണുനീരോടെ പറയുകയാണ്, ഭർത്താവിന് 4th സ്റ്റേജ് ക്യാൻസർ ആണെന്ന് എല്ലാം ബോധ്യമായി. ആ സഹോദരി പറഞ്ഞു, നമുക്കൊരു ധ്യാനമൊക്കെ കൂടി പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊന്നും ആ മനുഷ്യൻ്റെ മനസ്സിനെ യേശിയില്ല. 4th സ്റ്റേജ് ക്യാൻസർ ആണെന്നറിഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം ആ മനുഷ്യൻ ഒരു കത്തെഴുതി വെച്ചു. എന്നിട്ട് പോയി ആത്മഹത്യ ചെയ്തു. ജീവിതം അവസാനിപ്പിച്ചു. മരണത്തിലേക്ക് കടന്നുപോയി. ആ മനുഷ്യന് ദൈവത്തിലൊന്ന് ആശ്രയിച്ചിരുന്നുവെങ്കിൽ, ഒരു ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ, യേശുവിന് ആ ക്യാൻസർ രോഗിയെ സൗഖ്യമാക്കാൻ സാധിക്കുമായിരുന്നു. എൻ്റെ അനുഭവത്തിൽ അനേകം ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. എൻ്റെ ടീമിൽ പ്രവർത്തിക്കുന്ന സോയി എന്നൊരു മകനുണ്ട്. ഇപ്പോൾ ക്യാൻസർ ബാധിച്ച് സൗഖ്യം പ്രാപിച്ചിട്ട് 4.5 വർഷമായി. അന്ന് വൈദ്യശാസ്ത്രം കൈവിട്ടതാ. കരളിന് ക്യാൻസർ, 4th സ്റ്റേജിലെ ക്യാൻസർ ആയിരുന്നു. കർത്താവ് ഒറ്റ ധ്യാനത്തിലൂടെ സൗഖ്യമാക്കി. ഇതുപോലെ 6 വർഷം 8 വർഷം എൻ്റെ ഇടവകയിൽപ്പെട്ട ഒരു മകൻ ആൻ്റണി എന്ന് പറയുന്നൊരു ചേട്ടൻ പെനീസിൽ ക്യാൻസർ ആയിരുന്നു. ലൈംഗിക അവയവത്തിൽ ക്യാൻസർ ബാധിച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട് ധ്യാനത്തിൽ കൂടിയതാ. ഇപ്പോൾ 9 വർഷം കഴിഞ്ഞു. വൈദ്യശാസ്ത്രം കൈവിട്ടതാ, മരിക്കുമെന്ന് പറഞ്ഞതാ. ഒറ്റ ധ്യാനത്തിൽ കർത്താവിൻ്റെ സ്പർശനമുണ്ടായി സൗഖ്യം പ്രാപിച്ചു. ഇന്നും ആ മനുഷ്യൻ ഓടി നടക്കുന്നു. കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച എൻ്റെ ഇടവെളുപ്പ പള്ളിയിൽ വെച്ച് ഞാൻ കണ്ടു. ഓടി വന്ന് എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, സന്തോഷമായിട്ടിരിക്കുന്നു. പറ്റുന്നവരോടൊക്കെ ഞാൻ എൻ്റെ ഈ സൗഖ്യാനുഭവം പറയുന്നുണ്ട്. നമുക്ക് രോഗം വരുമ്പോൾ, തകർച്ച വരുമ്പോൾ, പരാജയങ്ങൾ വരുമ്പോൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം. ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. രോഗികളായിട്ടുള്ളവർ ശ്രദ്ധിക്കുക. ക്യാൻസർ രോഗം, എയ്ഡ്സ് രോഗം. ഈ കഴിഞ്ഞ ധ്യാനത്തിൽ ഒരു മകളെ അപ്പനും അമ്മയും ധ്യാനത്തിൽ കൊണ്ടുവന്നു. 16 വയസ്സ് പ്രായമേ ഉള്ളൂ. അവൾക്ക് എയ്ഡ്സ് രോഗമാണ്, HIV പോസിറ്റീവ്. അവളുടെ ശരീരത്തിൽ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. അതിലൂടെ കടന്നു വന്ന് എന്നാണ് അവർ അനുമാനിക്കുന്നത്. നിരപരാധിയാണ് ആ കുട്ടി, ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൾ എയ്ഡ്സ് രോഗിയാണ്. അവൾ കഴിഞ്ഞ മാസം ധ്യാനിക്കാനായിട്ടുണ്ടായിരുന്നു. ഉറപ്പാണ് യേശു അവളെ തൊടും. ക്യാൻസർ രോഗികൾ, എയ്ഡ്സ് രോഗികൾ, SLD എന്ന് പറയുന്ന മാരകമായ രോഗം,
കഴിഞ്ഞ മാസം ധ്യാനത്തിൽ തളർന്നു കിടന്ന 3 പേര് എണീറ്റ് നടന്നു. അനേകം രോഗികളെ സൗഖ്യം പ്രാപിച്ചു. ഓരോ ധ്യാനത്തിലും കൺവെൻഷനിലും ഇതുപോലെ 100 കണക്കിന് രോഗികളെ യേശു തൊട്ട് സൗഖ്യമാക്കുന്നു. അവൻ്റെ മുറിവിനാൽ ഉറപ്പാണ് സൗഖ്യമുണ്ട്. രോഗികളായി മനസ്സു തകർന്നവരെ, നിങ്ങൾ കർത്താവിൻ്റെ മുറിവിലേക്ക് നോക്കുക. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. മനസ്സു തകർന്ന് പോവരുത്. കഴിഞ്ഞ മാസം ധ്യാനിച്ച ആ സഹോദരി ഹൃദയം നീറി വേദനിക്കുക. തൻ്റെ പ്രിയ ഭർത്താവ് ആത്മഹത്യ ചെയ്തു. ഒരു ധ്യാനം കൂടിയിരുന്നെങ്കിൽ ഉറപ്പാണ് എൻ്റെ യേശു എൻ്റെ ഭർത്താവിനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞ് കരയുക സഹോദരി. 3 പൊടി കുഞ്ഞുങ്ങളുണ്ട്. ഒരിക്കലും രോഗിയായി തീർന്നു. ഇക്കാരണത്താൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്, അതിന് പോകരുത്. യേശുവിൻ്റെ മുറിവിനാൽ സൗഖ്യമുണ്ട്. ജെറമിയ 17:14 കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവ് നിന്നെ സുഖപ്പെടുത്തും. നിന്റെ നിലവിളിക്ക് കർത്താവ് മറുപടി നൽകും. 2 രാജാക്കന്മാർ 20:5 നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു, നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചു, നിന്നെ ഞാൻ സുഖപ്പെടുത്തും. ഹെസക്കിയായോട് കർത്താവ് അരുളിച്ചെയ്ത 15 വർഷം കൂടി ദീർഘായുസ് കൊടുക്കുകയാണ്. നമ്മുടെ കണ്ണുനീര് കാണുന്ന നല്ലൊരു ദൈവമുണ്ട്. നമ്മുടെ വേദനയിൽ നമ്മളോടൊപ്പമായിരിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. നീ രോഗിയായി കഴിയുമ്പോൾ നിന്നെ ഉപേക്ഷിച്ചിട്ട് അവൻ പോവില്ല. സാമ്പത്തികമായിട്ട് തകർന്ന് നിലം പരിശാവുമ്പോൾ അവൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകത്തില്ല. ജീവിതത്തിൽ നേടിയതെല്ലാം നഷ്ടമായാലും എല്ലാവരും നിന്നെ വിട്ടുപോയാലും യേശു മാത്രം നിന്നെ വിട്ടു പോവത്തില്ല. യേശുവിന് നിന്നെ വിട്ടുപോകാൻ പറ്റില്ല. അത്രമാത്രം യേശു നിന്നെ സ്നേഹിക്കുന്നു. നീ എയ്ഡ്സ് രോഗിയാണെങ്കിലും, പാപത്തിൽ ജീവിച്ച് നീ എയ്ഡ്സ് രോഗിയായോ, യേശു നിന്നെ തള്ളിക്കളയത്തില്ല. നീ ക്യാൻസർ പേഷ്യൻ്റായോ, യേശു നിന്നെ തള്ളിക്കളയത്തില്ല. നിനക്ക് എന്ത് രോഗമായിക്കൊള്ളട്ടെ, സോറിയാസിസ് ആയോ, യേശു നിന്നെ തള്ളിക്കളയത്തില്ല. ഈ കഴിഞ്ഞ 2-3 മാസം മുൻപ് ഒരു സോറിയാസിസ് ബാധിച്ച ഒരു മകൻ വന്നു. ശരീരം മുഴുവൻ സോറിയാസിസ് വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞത്. ആ മനുഷ്യനെ തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കാൻ അത്രമാത്രം സോറിയാസിസ് നിറഞ്ഞൊരു മനുഷ്യൻ. ഒത്തിരി സങ്കടം തോന്നി. ശരീരത്തിന് പല ഭാഗം വിണ്ടുകീറിയായിരിക്കുന്നത്, മുഖമൊക്കെ വിണ്ടുകീറിയിരിക്കുക. ഒത്തിരി വേദന തോന്നി. ആ മനുഷ്യന് വേണ്ടി ഉള്ള പ്രാർത്ഥന ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥനയായിരുന്നു. യേശു ആ മകനെയും തൊട്ടു. ധ്യാനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഇതാ ശരീരത്തെ വ്രണങ്ങളെല്ലാം കരിഞ്ഞു കഴിഞ്ഞിരിക്കുക. നമ്മൾ കർത്താവിലേക്ക് നോക്കുക, അവൻ്റെ മുറിവിലേക്ക് നോക്കുക. വാഗ്ദാനമാണ് അവൻ്റെ മുറിവിനാൽ സൗഖ്യമുണ്ടെന്ന്. യെശയ്യ 53:5 അവൻ്റെ ക്ഷതങ്ങളാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. രോഗികളെ, നിങ്ങളുടെ മനസ്സോ തകർന്നു പോരുത്. കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ, ഒരു ധ്യാനത്തിൽ പങ്കെടുത്തുനിന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ മനസ്സ് കാണിക്കുക. കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾ വന്നൊന്നിരിക്കുക. അവന് നിങ്ങളെ തൊടുവാൻ നിങ്ങളൊരു അവസരം കൊടുക്കുക. യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന എല്ലാ രോഗികളെയും യേശു തൊട്ട് സൗഖ്യമാക്കി. യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന ഒരാളെപ്പോലും അവൻ സൗഖ്യമാക്കാതെ വിട്ടില്ല. ആ യേശു ഇന്നും ജീവിക്കുന്നു. മത്തായി 4:24 അവൻ്റെ കീർത്തി സിറിയയിലെങ്ങും വ്യാപിച്ചു. എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യഥകളാലും അവശരായവരെയും, പിശാച് ബാധിതർ, അപസ്മാര രോഗികൾ, തളർവാദക്കാർ എന്നിവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അവരെ എല്ലാം സുഖപ്പെടുത്തി. തളർവാദ രോഗികൾ, അപസ്മാര രോഗികൾ, എല്ലാ രോഗികളെയും ഞങ്ങൾ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക. എൻ്റെ ഈ ശുശ്രൂഷാ ജീവിതത്തിൽ ആയിരക്കണക്കിന് രോഗികളെ സൗഖ്യം പ്രാപിക്കുന്നത് ഓരോ പ്രാവശ്യവും ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ മാസം ആഫ്രിക്കയിലെ കെനിയയിലും ഉഗാണ്ടയിലും ധ്യാനമുണ്ടായിരുന്നു. ആ നാട്ടിലെ കറുത്ത വർഗക്കാരായ ദൈവത്തിൻ്റെ മക്കളാണ് ധ്യാനത്തിൽ പങ്കെടുത്തത്. വലിയ ജനാവലി അവിടേക്ക് കടന്നു വന്നു. കാരണം ആദ്യ ദിവസം മുതൽ തന്നെ കർത്താവ് അനേകം തളർവാദ രോഗികളെയൊക്കെ സൗഖ്യമാക്കി.
തളർന്നു കിടന്ന ബ്രയാൻ എന്ന് പറയുന്നൊരു കുഞ്ഞ്, 4 വയസ്സേ ഉള്ളൂ. ആ കുഞ്ഞെണീറ്റോടി. അനേകർ സൗഖ്യത്തിലേക്ക് വന്നു. ഈ സൗഖ്യത്തിൻ്റെ അനുഭവങ്ങൾ അങ്ങ് സ്പ്രെഡായി. ജനത്തിൻ്റെ ഒഴുക്കായിരുന്നു. യേശു ഇന്നും ജീവിക്കുന്നു. അവൻ സൗഖ്യദായകനാ. രോഗികളോട് അവിടെ നിന്നും കരുണ കാണിക്കുന്നവനാ. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഞാൻ പറയട്ടെ, ഒരിക്കലും രോഗികളെ കർത്താവ് ഉപേക്ഷിക്കത്തില്ല. രോഗികളോട് അവൻ മനസ്സലിവ് കാണിക്കുന്നു. രോഗികളോട് യേശു അനുകമ്പ കാണിക്കുന്നു. ഒരാൾ തീരാ രോഗിയായി കഴിയുമ്പോൾ ഒറ്റപ്പെടലിൻ്റെ, തിരസ്കരണത്തിൻ്റെ, അവഗണനയുടെ എല്ലാ നൊമ്പര പറയുന്നത്. വൈദ്യശാസ്ത്രം കൈമലർത്തുകയാണ്. ഇനി ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ശരിയാണ്, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നീ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. നിരാശപ്പെടരുത്. ഒരിക്കലും നിരാശപ്പെടരുത്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്നൊരിക്കലും നീ ആലോചിക്കരുത്. സൗഖ്യദായകൻ നിൻ്റെ കൂടെയുണ്ട്. മുറിവേറ്റ യേശുവിൻ്റെ ആ തിരുമുറിവിലേക്ക് നോക്ക്. നീ അവൻ്റെ ഹൃദയത്തിൽ നിനക്ക് സ്ഥാനമുണ്ട്. യേശു നിന്നെ ഒന്ന് തൊട്ടാൽ മതി, നീ സൗഖ്യം പ്രാപിക്കും. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. വിശ്വാസത്തോടെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിന്നെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കും, സൗഖ്യം നൽകും. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ആമേൻ. ഈ അടുത്ത ഷോളർ ഇവിടുന്ന് ഇങ്ങനെ ഒരു വീഴ്ചയിൽ പറ്റിയതാണ്. ഒരു കെട്ടും കൊണ്ട് വീണതാണ്. 30 വർഷമായിട്ട് വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വേദന കൈയൊക്കെ ഒന്ന് കുടഞ്ഞു കാണിക്കാമോ? കൈന്ന് വട്ടം കറക്കി പ്രൈസലോട് കൈയടിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു. യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ. സൗഖ്യദായകൻ, പാപമോചകൻ, സൗഖ്യദായകൻ, പാപമോചകൻ, യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ, കരുണാമയൻ, സ്നേഹഗായകൻ, കരുണാമയൻ, സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു. യേശു